Assalamu alaikum everyone. Welcome back to my YouTube channel Noor Nest. ഇത് എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഈ വ്ളോഗ് എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കാരണം ഇത് എൻ്റെ ആദ്യത്തെ ഉംറ യാത്ര ആയിരുന്നു ഫാമിലിയോടൊപ്പം. അതല്ലാതെ എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് കൂടി ആയിരുന്നു. ഞങ്ങൾ മർക്കസ് ട്രാവൽ ഏജൻസി കൂടെയാണ് പോയത്. ഞങ്ങൾക്ക് കിട്ടിയ ഗൈഡ് ഉസ്താദ് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ നിയ്യത്ത് വെച്ച് ഇഹ്റാം കെട്ടി പുറപ്പെട്ടു. അൽഹംദുലില്ലാഹ് അവിടെ എത്തിയതിനു ശേഷം ഉംറ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ 8ാം വയസ്സിൽ ആദ്യമായി കഅബയെ കാണാനുള്ള ഭാഗ്യം അല്ലാഹു എനിക്ക് നൽകി. എൻ്റെ ഉപ്പാനോടൊപ്പം എനിക്ക് കഅബയെ തൊടാനും ചുംബിക്കാനും അല്ലാഹ് അവസരം എനിക്ക് ലഭിച്ചു. പിന്നീട് കഅബയെ ചുറ്റിയിട്ട് 7 തവാഫ് ചെയ്തു. അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഅബക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിച്ചു. ഇതാണ് ഹജറുൽ അസ്വദ്. ഇതിനെ സ്വർഗത്തിന്റെ കല്ല് എന്ന് അറിയപ്പെടുന്നു. പിന്നീട് സഹിയുടെ കർമ്മങ്ങൾ തുടങ്ങി. സഫ മർവ ഇടയിലുള്ള നടുത്തം ഒരു ഇബാദത്താണ്. അത് ഈ കാണുന്ന ഗ്രീൻ ലൈറ്റ് എത്തുമ്പോൾ പുരുഷന്മാർ ഓടുകയും സ്ത്രീകൾ നടക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ആജറ ബീബി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വെള്ളത്തിന് വേണ്ടി ഓടിയത്. പിന്നീട് ബാക്കിയുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കി ഒരു ഉംറ പൂർത്തിയായി. പിന്നീട് ഞങ്ങൾ ഉസ്താദ് കുറെ സ്ഥലങ്ങൾ കാണിച്ചു തന്നു. അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞു തന്നു. فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأمر. ഇവിടെയാണ് മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലവും പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ ശത്രുക്കളിൽ നിന്ന് ഒളിച്ചിരുന്നതാണ്. ഈ സ്ഥലത്താണ് സ്പൈഡർ വെബ് വെച്ചതും പിജൻ മുട്ട വെച്ചതും. അങ്ങനെ ശത്രുക്കൾ അവിടെ എത്തിയപ്പോൾ അവിടെ ആരും ഇല്ല എന്ന് തിരിച്ചുപോയി. ഈ മല കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അവിടെ എത്തിയതിനു ശേഷം എനിക്ക് വളരെ സന്തോഷമായി.
മുത്തുനബി നിസ്കരിച്ച സ്ഥലമൊക്കെ നമ്മൾ കണ്ടു. അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഉസ്താദിനോടൊപ്പം മൗലൂദ് ഓതി. അൽഹംദുലില്ലാ, ഞാൻ അവിടെ 2 പറവകൾ കയറി. ഇതാണ് ജബലുന്നൂർ. ഇതിന്റെ അകത്തുള്ള ഇഹ്റാ ഗുയിൽ വെച്ചിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഖുർആൻ ഇറക്കപ്പെട്ടത്. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു മൗലൂദ് ഓതി ഇറങ്ങി. മാഷാ അല്ലാഹ്, അതൊരു സുന്ദരമായ കാഴ്ചയായിരുന്നു. പിന്നീട് മക്കയിൽ ഉംറ ചെയ്തതിനു ശേഷം മദീനയിലേക്ക് പുറപ്പെട്ടു. മദീന മുത്തുനബിയുടെ നഗരമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചതും വഫാത്തായതും മദീനയിലാണ്. ഇവിടേക്ക് ഒരുപട്ട പോയാൽ വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹം വരും. ഇതാണ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുടെയും ഉമർ റളിയല്ലാഹു അൻഹുടെയും മക്ബറകൾ. ഈ കാണുന്ന പില്ലർക്ക് കുറെ പ്രത്യേകത ഉണ്ട്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും എന്ന് പറയുന്നു. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നത്. ഇതാണ് മുത്തുനബി ഖുതുബ ഓതിയ സ്ഥലം. അൽഹംദുലില്ലാ, അവിടെ നിന്ന് നിസ്കരിക്കാനും ദുആ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. അവിടെ നിന്ന് ഉസ്താദ് കുറെ പ്രധാന സ്ഥലത്തോട്ട് കൊണ്ടുപോയി കാണിച്ചു തന്നു. خير رسل ربي من به أبصرت دربي يا شفيعي يا رسول الله أيها المختار فينا زادنا الحب حنينا جئتنا بالخير دينا يا ختام
ഇൻഷാ അല്ലാഹ് വീണ്ടും അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.